നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളതുകൊണ്ട് ചുറ്റിലും എവിടെയുമുള്ള സംഭാഷണവും സംസാരവും ചർച്ചയുമെല്ലാം വികസനത്തെക്കുറിച്ചാണ്. വികസനം എത്രത്തോളമുണ്ട്, വികസന വിരുദ്ധതയെക്കുറിച്ചും കൂടിയാണ്. പക്ഷെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വികസനത്തെക്കുറിച്ചല്ല, മറിച്ച് വികസനത്തിൻ്റെ പേരിൽ നടത്തുന്ന ഒരു പകൽ കൊള്ളയെക്കുറിച്ചാണ്. ഒരു റോഡ് പണിതാൽ അതിന് ടോൾ നൽകണം, ചുങ്കം നൽകണം എന്നുള്ളത് സാമാന്യമായിട്ടുള്ളൊരു നിയമമാണ്. എന്നാൽ റോഡ് പണിയുന്നതിന് മുൻപേ തന്നെ പണം പിരിക്കുക, നിശ്ചയിച്ച ദൂരപരിധി ലംഘിച്ച് പണം പിരിക്കുക, സാധാരണക്കാരൻ്റെ നടുവൊടിക്കുന്ന രീതിയിൽ പിരിക്കുക, ഇതിനെ ചുങ്കം അഥവാ ടോൾ എന്നല്ല, മറിച്ച് നിയമവിധേയമായ പിടിച്ചുപറി എന്നാണ് വിളിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം കാസർഗോട്ടെ ആരിക്കാടി ടോൾ പ്ലാസയും കേരളത്തിലെ ടോൾ രാഷ്ട്രീയവുമാണ്. കാസർഗോഡ് ജില്ലയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ്? നല്ലൊരു ആശുപത്രി വേണമെങ്കിൽ മംഗലൂരുവിലേക്ക് ഓടണം, ഉന്നത വിദ്യാഭ്യാസത്തിന് അയൽ സംസ്ഥാനത്തെ ആശ്രയിക്കണം, എൻഡോസൾഫാൻ ദുരിതബാധിതർ മുതൽ സാധാരണക്കാർ വരെ നിത്യേന അതിർത്തി കടന്ന് കർണാടകയിലേക്ക് പോകുന്നവരാണ്. അങ്ങനെയുള്ള ഒരു നാട്ടിലെ ജനങ്ങളുടെ നെഞ്ചത്തടിച്ചുകൊണ്ടാണ് കുമ്പളയ്ക്കടുത്തുള്ള ആരിക്കാടിയിൽ പുതിയ ടോൾ പ്ലാസ ഉയർന്നിരിക്കുന്നത്. ഇവിടുത്തെ കണക്കൊന്ന് നോക്കേണ്ടതുണ്ട്. കുമ്പളയിൽ നിന്ന് മംഗലൂരുവിലേക്ക് വെറും 41 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഈ ചെറിയ ദൂരത്തിനിടയിൽ രണ്ടിടത്താണ് ടോൾ നൽകേണ്ടത്. ഒന്ന് ആരിക്കാടിയിൽ, മറ്റൊന്ന് 22 കിലോമീറ്റർ മാത്രം അകലെയുള്ള തലപ്പാടിയിൽ. ഈ 41 കിലോമീറ്റർ ഓടാൻ ഒരു യാത്രക്കാരൻ നൽകേണ്ടി വരുന്നത് ഏകദേശം 280 രൂപയോളമാണ് ചുങ്കമായിട്ട്. ആലോചിച്ച് നോക്കുക, ഒരു സാധാരണക്കാരൻ പച്ചക്കറി വാങ്ങാനോ ആശുപത്രിയിൽ പോകാനോ വണ്ടി എടുത്താൽ അയാളുടെ ഒരു ദിവസത്തെ കൂലി ടോൾ ബൂത്തിൽ നൽകേണ്ടി വരുന്നു. ഇതിനെ കൊള്ള എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കുക? ദേശീയപാതാ നിയമം അനുസരിച്ച് രണ്ട് ടോൾ പ്ലാസകൾ തമ്മിൽ കുറഞ്ഞത് 60 കിലോമീറ്റർ ദൂര വ്യത്യാസം വേണം. എന്നാൽ ഇവിടെ ആരിക്കാടിയും തലപ്പാടിയും തമ്മിലുള്ള ദൂരം എത്രയാണ്? വെറും 22 കിലോമീറ്റർ. ഈ ദൂരപരിധി കാറ്റിൽ പറത്തിയാണ് ദേശീയപാത അതോറിറ്റി ഇവിടെ പിരിവ് നടത്തുന്നത്. മാത്രമല്ല, പാലിങ്കാലിൽ സ്ഥാപിക്കേണ്ട ടോൾ പ്ലാസയാണ് പാതയുടെ നിർമ്മാണം പൂർത്തിയാകാത്തതുകൊണ്ട് തിടുക്കപ്പെട്ട് ആരിക്കാടിയിലേക്ക് മാറ്റിയത്. റോഡ് പണി തീർന്നോ? ഇല്ല. സർവീസ് റോഡുണ്ടോ? ഇല്ല. നടപ്പാതയുണ്ടോ? അതുമില്ല. പക്ഷെ പണം പിരിക്കാൻ മാത്രം വല്ലാത്തൊരു തിടുക്കമാണ്. ഇതിനെതിരെ സമരം ചെയ്ത മഞ്ചേശ്വരം MLA AKM അഷ്റഫിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ജനപ്രതിനിധികൾ ജയിലിലേക്ക്, കൊള്ളക്കാർ ടോൾ ബൂത്തിലേക്കും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. കാസർഗോഡ് മാത്രമല്ല ഈ ദുരിതം അനുഭവിക്കുന്നത്. തൃശ്ശൂരിലേക്ക് വരികയാണെങ്കിൽ പാലിയേക്കര ചുങ്കം പിരിവിൻ്റെ കഥ നമുക്കറിയാം. അവിടുത്തെ ടോൾ പ്ലാസയുടെ കഥ. 721 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച റോഡിൽ നിന്ന് കഴിഞ്ഞ 15 വർഷം കൊണ്ട് കരാറുകാർ പിരിച്ചെടുത്തത് അതിൻ്റെ ഇരട്ടിയിലധികം തുകയാണ്. ആംബുലൻസിനോളം പോലും കടന്നു പോകാൻ കഴിയാത്ത ബ്ലോക്കാണ് അവിടെ. യാത്ര സുഗമമല്ലെങ്കിൽ എന്തിന് ടോൾ നൽകണമെന്ന് കോടതി പലവട്ടം ചോദിക്കുകയുണ്ടായി. പക്ഷെ ചോദ്യങ്ങൾ കോടതിയിൽ ബാക്കി നിൽക്കുന്നു. പിരിവ് റോഡിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യും. കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ അവിടെ വെങ്ങളം രാമനാട്ടുകര റീച്ചിലും ഇതേ സ്ഥിതി തന്നെയാണ്. അവിടെ ഈടാക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നിരക്കുകളിലൊന്നാണ്. കാനകൾ പോലും പൂർത്തിയാക്കാത്ത റോഡിലൂടെ പോകുന്നതിനാണ് ഈ വൻതുക ഈടാക്കുന്നത്. നമ്മളിതിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത്, ഇന്ത്യയിൽ ടോൾ പിരിവ് ആരംഭിച്ചത് റോഡ് വികസനത്തിന് സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കാനാണ്. BOT എന്ന് പറഞ്ഞാൽ ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ. പക്ഷേ ഇന്ന് ഇത് ലാഭം കൊയ്യാനുള്ള ഒരു ബിസിനസ്സായിട്ട് മാറി. ജനങ്ങൾ കൃത്യമായിട്ട് റോഡ് നികുതി അടയ്ക്കുന്നുണ്ട്, പെട്രോളിലും ഡീസലിലും സെസ് അടയ്ക്കുന്നുണ്ട്. എന്നിട്ടും ഓരോ കിലോമീറ്ററിലും വീണ്ടും പണം നൽകണമെന്ന് പറയുന്നത് ഇരട്ട നികുതിയാണ്. നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന സഞ്ചാര സ്വാതന്ത്ര്യം പണമുള്ളവർക്ക് മാത്രമുള്ള ഒന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഭൂമി വിട്ടു നൽകിയവർക്ക് പോലും ആ വഴിയിലൂടെ യാത്ര ചെയ്യാൻ പണം നൽകേണ്ടി വരുന്ന ഗതികേടിലാണ് മലയാളികൾ. കാസർകോട്ടെ സമരം അതുകൊണ്ട് കേവലം ഒരു പാർട്ടിയുടേതല്ല, മറിച്ച് BJP ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ക്ലബ്ബുകളും, ജനകീയ കൂട്ടായ്മകളുമൊക്കെ അവിടെ സമരരംഗത്തുണ്ട്. പക്ഷേ അധികൃതർ കാണിക്കുന്നത് ധാർഷ്ട്യമാണ്. ആ ധാർഷ്ട്യം ഭയപ്പെടുത്തുന്നതാണ്. കോടതിയിൽ കേസ് നിലനിൽക്കുമ്പോൾ കേന്ദ്രാനുമതി ലഭിച്ചിട്ടില്ല എന്ന് സത്യവാങ്മൂലം നൽകിയവർ തന്നെ രാത്രിക്ക് രാത്രി പിരിവ് തുടങ്ങുന്നു. ഇത് കൃത്യമായിട്ടും നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. നിർമ്മാണം പൂർത്തിയാക്കാത്ത റോഡിൽ ടോൾ പിരിക്കുന്നത് നിയമവിരുദ്ധം ആണ് എന്ന് പല ഹൈക്കോടതി വിധികളും സൂചിപ്പിച്ചിട്ടുണ്ട്. ആ വിധികൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും അധികൃതർ കേന്ദ്ര വിജ്ഞാപനത്തിൻ്റെ മറവിൽ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു. വികസനം ഉണ്ടാവണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ ആ വികസനം സാധാരണക്കാരുടെ അന്നം മുട്ടിച്ചുകൊണ്ടാവരുത്. സ്വന്തം ജില്ലയിലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വലിയൊരു തുക ടോൾ നൽകേണ്ടി വരുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. അതുകൊണ്ട് സർക്കാർ ഇതിൽ അടിയന്തരമായിട്ട് ഇടപെടണം. ടോൾ പ്ലാസകൾ തമ്മിലുള്ള ദൂരപരിധി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. നിർമ്മാണം പൂർത്തിയാകാത്ത പാതകളിൽ ടോൾ പിരിക്കുന്നത് നിർബന്ധമായിട്ടും നിരോധിക്കണം. അല്ലെങ്കിൽ
ടോൾ ബൂത്തുകൾ വികസനത്തിൻ്റെ അടയാളങ്ങളല്ല, മറിച്ച് ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന പിടിച്ചുപറിയുടെ കേന്ദ്രങ്ങളായിട്ട് ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തപ്പെടും എന്ന് മാത്രം സൂചിപ്പിക്കട്ടെ.